ഈ കഴിഞ്ഞ ദിവസം, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ച 2025 ജൂൺ 12-ാം തീയതി അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യയുടെ 171 ബോയിങ് 7878 ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫിന് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തകർന്നു വീണു. വിമാനത്തിൽ ഉണ്ടായിരുന്ന 230 യാത്രക്കാരും 12 ക്യാബിൻ ക്രൂ അംഗങ്ങളും ആ ഒരു വലിയ ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ടു. അതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. വിദേശികൾ ഉണ്ടായിരുന്നു ആ വിമാനത്തിൽ. 61 വിദേശികൾ ഉണ്ടായിരുന്നു. അതിൽ 23 UK-ക്കാരും ഒരു കനേഡിയനും 7 പോർച്ചുഗീസുകാരുമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഇന്ത്യക്കാരായിരുന്നു. ഇന്ത്യയിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലെ രണ്ടാമത്തേതായിട്ടാണ് ഈ ഒരു വിമാന ദുരന്തത്തെ കണക്കാക്കുന്നത്. ഇത്ര ദിവസം ബ്ലാക്ക് ബോക്സ് രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇത് തകർന്നു വീണ BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിന്റെ മേലേക്കാണ് വിമാനം തകർന്നു വീണത്. അവിടെയും നിരവധി വിദ്യാർത്ഥികളും PG ഡോക്ടർമാർക്കും എല്ലാം ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ള ഒരു വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും രാജ്യത്തെ തന്നെ നടുക്കിയ എന്ന് പറയാവുന്ന അതിന്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്രയും ദിവസമായിട്ടും എന്താണ് അതിന്റെ കൃത്യമായ കാരണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഉള്ള ഒരു വ്യക്തത വന്നിട്ടില്ല. പല പല കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് വിദഗ്ധർ. പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു സാധ്യതകളെ കുറിച്ച്, ഈ വിമാന അപകടം ഉണ്ടായതിന്റെ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വിമാനാപകടത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയായിരിക്കാം എന്നുള്ള കാര്യത്തെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് DRDOയിലെ സയന്റിസ്റ്റ് ആയിരുന്ന വി ഉണ്ണികൃഷ്ണ മേനോൻ നമുക്കിപ്പം ചേരുകയാണ്. അദ്ദേഹം വിമാനങ്ങളുടെ കഥ, പറക്കൽ യന്ത്രങ്ങളുടെ ചരിത്രവും ശാസ്ത്രവും എന്ന ഒരു പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ്. സ്വാഗതം ശ്രീ വി ഉണ്ണികൃഷ്ണ മേനോൻ. സ്വാഗതം. ഈ ഒരു വിമാന ദുരന്തം നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഒരു പുതിയ വീഡിയോയും കൂടെ പുറത്തു വന്നിരുന്നു. അതായത് ഈ വിമാനം പറക്കുന്നതിന്റെ പുതിയ ഒരു വിഷ്വൽസ്. അപ്പൊ അതിനകത്ത് നിന്നും വിദഗ്ധർ പലതരത്തിലുള്ള സാധ്യതകളുടെ എടുക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടായിരിക്കാം ഈ അവസാന നിമിഷം വരെ അത് ഡിപ്ലോയ് ചെയ്തിരുന്നു എന്നുള്ളൊരു വിഷ്വലും കൂടെ, അതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെ സാധ്യതകളായിരിക്കാം ഇതിന്റെ ഒരു കാരണമെന്നാണ് സാറിന് തോന്നുന്നത്? മനല്ല, ഞാൻ ആദ്യം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദാരുണമായിട്ടുള്ള ഈ അപകടത്തിന് വളരെയധികം ദുഃഖമുണ്ടായി. ഇത്രയധികം ജീവൻ നഷ്ടപ്പെട്ട ഒരു അപകടത്തിന് കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. അതിനുശേഷം ഈ എയർ ആക്സിഡന്റ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന്റെ കാരണം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാല് മിസ്ഫോർച്യൂൺ ഓഫ് എ ഫ്യൂ, അതായത് കുറച്ച് ആൾക്കാരുടെ ദുരന്തം സമുദായത്തിന്റെ പൊതു നന്മയ്ക്ക്, ബെനിഫിറ്റ് ഓഫ് ദ ഓൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയർ ആക്സിഡന്റ് നടത്തുന്നത്. അപ്പൊ ആ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ DGC, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, പുതുതായിട്ട് രൂപീകരിച്ച ലാബ്, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അമേരിക്കയിൽ നിന്നുള്ള NTSB, നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ്, ബോയിങ്ങിന്റെ ഒരു എക്സ്പേർട്സിന്റെ ടീം, ബ്രിട്ടീഷ് നാഷണൽ ഉണ്ടായിരുന്നുകൊണ്ട് ബ്രിട്ടീഷ് AI, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, ഇവരെല്ലാവരും പങ്കുചേർന്നിട്ടാണ് ഈ ബ്ലാക്ക് ബോക്സുകൾ ഡീകോഡ് ചെയ്യുന്നത്. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ 2 റെക്കോർഡർ ഉണ്ട്. ഒന്ന് വിമാനത്തിന്റെ ടെയിൽ പിൻഭാഗത്തുള്ള ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, DFDR എന്ന് പറയും, അല്ലെങ്കിൽ FDR എന്ന് പറയും. പിന്നെ കോക്പിറ്റിൽ തന്നെയുള്ള എയർക്രാഫ്റ്റ് പൈലറ്റ്മാർ തമ്മിൽ സംസാരിക്കുന്നതും പൈലറ്റും കൺട്രോൾ ടവറുമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന, ഈവൻ സ്വിച്ചുകളുടെ ശബ്ദം പോലും കേൾക്കാം എന്നാണ് നല്ല നല്ല റെസൊല്യൂഷനുള്ള ഓഡിയോ റെക്കോർഡിങ്ങിൽ പറയുന്നത്. അപ്പോ അതിന് CVR എന്ന് പറയും, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ. ഇത്രയും ഈ 2 സാധനങ്ങൾ ഇത് ലബോറട്ടറിയിൽ അനലൈസ് ചെയ്ത് തുടക്കം മുതൽ റോൾ ഓൺ തുടങ്ങുന്നത് മുതൽ 0 ടൈം മുതൽ എത്ര മിനിറ്റിൽ എത്ര സെക്കൻഡിലൊക്കെ ഓരോന്ന് സംഭവിച്ചു, അതിനെ ബലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുന്നതായിട്ടുള്ള മറ്റ് എവിഡൻസുകൾ എന്തൊക്കെ ഉണ്ട്, അതെല്ലാം കൂടി നോക്കിയിട്ടാണ് ഇവരൊരു ഹൈപ്പോത്തിസിസ്, ഒരു അനുമാനം സൃഷ്ടിക്കുന്നത്. അതിന് കുറച്ച് സമയം എടുക്കും. അത് കാരണം എന്താണെന്ന് വെച്ചാല്,
രണ്ട് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഡീകോഡ് ചെയ്യാൻ തന്നെ സാധാരണ മട്ടിലാണെങ്കിൽ ഒരു 10-15 ദിവസം എടുക്കാം. പക്ഷെ ഇതാവുമ്പോൾ കൂടുതൽ, കാരണം ഇത്രയധികം ആൾക്കാർ മരിച്ചു, ഇത്രയധികം കോൺട്രവേഴ്സ്യലാണ്. ഒന്നുമില്ലെങ്കിൽ കമ്പനിയെ നമ്മൾ കുറ്റപ്പെടുത്തണം, അല്ലെങ്കിൽ പൈലറ്റിനെ കുറ്റപ്പെടുത്തണം, അല്ലെങ്കിൽ എയർപോർട്ടിനെ കുറ്റപ്പെടുത്തണം. കമ്പനി എന്ന് പറഞ്ഞാൽ ബോയിങ്ങിനെയോ എയർ ഇന്ത്യയോ അങ്ങനെ പല. ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ കുറ്റത്തിന് വിധേയനാവുന്ന ഒരു സാധ്യത ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും അവർ നോക്കും. അപ്പൊ ബോയിങ്ങിനാണ് ഒരു കുറ്റം ഡൽഹിയിൽ വെച്ച് കണ്ടുപിടിച്ചാൽ അവർ പറയും ഞങ്ങളുടെ അവിടെ കൊണ്ടുപോയി നോക്കട്ടെ. അങ്ങനത്തെ പല ഇതുകൊണ്ട് അതിന്റെ പരിപൂർണമായിട്ടുള്ളത് വരാൻ സമയമെടുക്കും. നമ്മൾ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിനും ജസ്റ്റ് മുമ്പ് ഒരു റിപ്പോർട്ട്, ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് ബ്ലാക്ക് ബോക്സുകളിൽ ഒന്ന് ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, അതിന് ചില കേടുപാടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഡൽഹിയിലെ ലാബില് ഡീകോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അമേരിക്കയിലെ NTSBയുടെയോ ബോയിങ്ങിന്റെയോ ഫെസിലിറ്റിയിലേക്ക് അയക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ സംഘം അതിന്റെ കൂടെ പോവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ റിപ്പോർട്ട് അത്രയും വൈകും. ഇത് പണ്ട് നമുക്ക് ലാബ് ഇല്ലായിരുന്ന സമയത്ത് അമേരിക്കയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതുപോലെ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതായി ജസ്റ്റ് നമ്മളെ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കണ്ടതാണ്. എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയില്ല. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു സംഗതി എന്ന് വെച്ചാല് ഈ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ പറയാ, അതായത് ഊഹാടിസ്ഥാനത്തിലുള്ള സിദ്ധാന്ത രൂപീകരണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാല്, ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ ഒക്കില്ല. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും പല തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. ചിലർ എയർ ഇന്ത്യയെ കുറ്റം പറയും, ചില എയർപോർട്ടിനെ കുറ്റം പറയും, ചിലർ ബോയിങ്ങിനെ കുറ്റം പറയും, ചിലർ പൈലറ്റ്മാരെ കുറ്റം പറയും. അപ്പോൾ അങ്ങനത്തെ കോൺട്രവേഴ്സ്യൽ സ്പെക്കുലേറ്റീവ് മെഷറൊന്നും ഇല്ലാതെ ഇന്ന് രാവിലെ വരെ എനിക്ക് മനസ്സിലായത് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ മാനുവലിലേക്ക് പറഞ്ഞുതരാം. അത് പറയുന്ന സമയത്ത് ഒരു കാര്യം, ഞാൻ ഈ വിമാനത്തിൽ ജോലി ചെയ്തിട്ടില്ല. ഈ 787-8 അല്ലെങ്കിൽ 787 സീരീസിൽ തന്നെ സിവിൽ എയർപ്ലെയിനിൽ ഞാൻ ജോലി ചെയ്തത് എൻ്റെ കരിയറിന്റെ, എൻ്റെ ജോലിയുടെ തുടക്കകാലത്താണ്. അതൊക്കെ അന്നൊക്കെ വളരെ ചെറിയ വിമാനങ്ങളായിരുന്നു ഇത്. പക്ഷെ ഇതിനെപ്പറ്റി വായിച്ചു പഠിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി പല സ്ഥലത്തും ഞാൻ ലെക്ചറും അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിമാനത്തിൽ ഞാൻ വേറെ ആൾക്കാരുടെ അനലിസ്റ്റുകളുടെയൊക്കെ അനുമാനങ്ങള് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൂടുതൽ മനസ്സിലാവുന്ന വിധത്തിൽ ലേ പേഴ്സൺസിന് വേണ്ടിയിട്ട് ഇത് വിശദീകരിക്കും സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ എന്നിൽ നിന്നൊരു അവസാന ഉത്തരം പ്രതീക്ഷിക്കരുത്. മനില പറഞ്ഞ പോലെ ജൂൺ 12 ഉച്ചയ്ക്ക് 1:38 ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. 32 സെക്കൻഡ് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. ഇത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പറക്കുന്ന ഒരു വിമാനമായിരുന്നു. പറഞ്ഞ പോലെ അതൊക്കെ അത്രയും പാസഞ്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അതിന്റെ സാങ്കേതികത നോക്കുകയാണെങ്കിൽ, അഹമ്മദാബാദ് എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, അഹമ്മദാബാദ് എയർപോർട്ട് സീ ലെവലിൽ നിന്ന് 189 അടി ഉയരത്തിലാണ്. നമ്മൾ അടി എന്നൊക്കെ, അതായത് FPS സിസ്റ്റം ഒക്കെ പലപ്പോഴും പറയും, കാരണം ഇതൊരു അമേരിക്കൻ വിമാനമാണ്. പലതും ഫീറ്റിലൊക്കെ ആയിരിക്കും, ഇഞ്ചസിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അല്ലാതെ മുഴുവൻ മെട്രിക് സിസ്റ്റം ആവണമെന്നില്ല. നിയമപ്രകാരം നമ്മൾ മെട്രിക് ആണ് സംസാരിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്കറിയാതെ. പക്ഷെ ഇതിൽ അങ്ങനെ പെട്ടെന്ന് ഓരോന്നും കൺവേർട്ട് ചെയ്യുമ്പോൾ അത്തരം തെറ്റുകൾ വരും. അപ്പോ അഹമ്മദാബാദ് എയർപോർട്ട് 189 അടി മീൻ സീ ലെവലിൽ നിന്ന് ഉയരെയാണ്. അന്നത്തെ ദിവസം ഏകദേശം 39 ഡിഗ്രി സെൽഷ്യസ്, 39 മുതൽ 40 വരെ എന്നും ചിലർ പറയുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്നു. 58 മുതൽ 62% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. ഞാനൊരു ചിത്രം കാണിച്ചു തരാം. അഹമ്മദാബാദിലെ റൺവേ ഈ 24 ഡിഗ്രി ഹെഡിങ് എന്ന് നമ്മൾ പറയും. 24 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നോർത്ത് പോളിൽ നിന്ന് ഈസ്റ്റ് ആവുമ്പോൾ 90 ഡിഗ്രി, സൗത്ത് ആവുമ്പോഴേക്കും 180 ഡിഗ്രി, വെസ്റ്റ് ആവുമ്പോഴേക്കും 270 ഡിഗ്രി. അപ്പൊ ഏകദേശം തെക്ക് പടിഞ്ഞാറോട്ട് ആണ് ഈ റൺവേ കിടക്കുന്നത്. അന്നത്തെ ടെമ്പറേച്ചർ പറഞ്ഞു. പിന്നെ ഈ ഒരു സംശയം എല്ലാവർക്കും ആദ്യം മുതൽ അത് ക്ലിയർ ചെയ്യട്ടെ.
625 അടി ഉയരണ്ട് എന്നൊക്കെ പല അതെ. വീഡിയോയിലും കണ്ടു. യഥാർത്ഥത്തില് 625 അടി എന്ന് പറഞ്ഞാൽ ബാരോമെട്രിക് ആൾട്ടിറ്റ്യൂഡാണ്. അതായത് ഡെൻസിറ്റിയെ ബേസ് ചെയ്തിട്ട് മീൻ സീ ലെവലിൽ നിന്ന് എടുക്കുന്ന ഉയരാണ്. ഉം. അപ്പോ അതിൽ നിന്ന് ഈ 189 കിഴിച്ചാൽ പോരാ, അത് അന്നത്തെ ടെമ്പറേച്ചറിന് വേണ്ടി കറക്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം 270 അടി ഉയരം മാത്രമേ അവിടെ ലോക്കൽ ടെറൈൻ എന്നുള്ളൂ. അത്ര അതൊന്ന് മനസ്സിലാക്കണം. ഓ. ആ അതൊരു പ്രധാന പോയിന്റ് ആണ്. ആ. അപ്പോ പിന്നെ റൺവേ ഹെഡിങ് ടു 224 242, ടെമ്പറേച്ചർ 39 ഡിഗ്രി, ചിലർ 40-42 എന്നൊക്കെ പറയുന്നുണ്ട്. 39 ആണെന്ന് തോന്നുന്നു. ചെറിയ വിൻഡേ ഉണ്ടായിരുന്നുള്ളൂ. 3 മുതൽ 6 നോട്ട്സ് വരെ, 6 കിലോമീറ്റർ വിസിബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഉം. അപ്പോ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു വർക്കിംഗ് ഷീറ്റിന്റെ അത് കാണിക്കാം. 11-ാം തീയതിയും 10-ാം തീയതിയും 9-ാം തീയതിയും ഇതേ ഫ്ലൈറ്റ് ഇതേ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് അന്ന് കൈവരിച്ചിട്ടുള്ള ഹൈറ്റ് സ്പീഡൊക്കെ കാണിക്കുന്ന ഒരു ടേബിള് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഇതെങ്ങനെയാ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോ അവിടെ പോയിട്ടല്ല, ഇത് ഇന്റർനാഷണലി ചില സിമുലേറ്റേഴ്സ് ഉണ്ട് ചില കമ്പനികളുടെ കയ്യിൽ. അവര് ചെയ്തിട്ടുള്ള സിമുലേഷന്റെ റിസൾട്ട്സ് എടുത്തിട്ട് ഒരു ടേബിൾ ആക്കി ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ അത് നോക്കിക്കഴിഞ്ഞാല് ആദ്യത്തെ 11-ാം തീയതിത്തെ, പിന്നെ 10-ാം തീയതി, 9-ാം തീയതി 3 ഫ്ലൈറ്റ്, ഇതേ ഫ്ലൈറ്റ്. പിന്നെ 12-ാം തീയതി, ഈ റെഡ് കാണിക്കുന്നത് 12-ാം തീയതിത്തെ ഫ്ലൈറ്റ്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാല് ടേക്ക് ഓഫ് റോൾ ഏകദേശം 1420 ശരിക്ക് അന്നത്തെ ടെമ്പറേച്ചറിനും ഫുൾ ഓൾ ഓഫ് വെയിറ്റിനും വേണ്ടി വേണ്ടത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ 2600 മീറ്റർ, അതായത് 2.6 കിലോമീറ്റർ റൺവേയുടെ എൻഡ് വരെ ഓൾമോസ്റ്റ് പോയി എന്നുള്ളതാണ്. പിന്നെ അന്ന് നിലത്തുനിന്ന് പൊങ്ങിയിട്ട് ഈ താഴെ വീഴാൻ പോകുന്ന ഓൾട്ടിറ്റ്യൂഡ് വരെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ 290, 285 എന്നൊക്കെ, 285 അടി വരെ എത്തുന്നതിന്റെ ആ സമയത്തെ ക്ലൈംബ് റേറ്റ് എന്ന് പറയും. അതായത് റേറ്റ് ഓഫ് ക്ലൈംബ്, ഉയർന്നു പൊങ്ങുന്ന അത് എത്ര ഫീറ്റ് പെർ മിനിറ്റ് എന്നാണ് എഴുതുക. അത് 896. പക്ഷെ ഇതിനു മുമ്പ് തലേ ദിവസത്തെയും അതിന്റെ മറ്റു ഫ്ലൈറ്റുകൾ 2000, 1900, 1800 ചില്ലാനം ഇത്രയാണ്. അപ്പൊ അത് റേറ്റ് ഓഫ് ക്ലൈംബ് കുറവായിരുന്നു. വളരെ കുറവായിരുന്നു. ടേക്ക് ഓഫ് റണ്ണ് വളരെ കൂടുതലുമായിരുന്നു. അപ്പൊ ഇതിൽ അത് എല്ലാ ദിവസവും വ്യത്യാസപ്പെടും. കാരണം അന്നത്തെ വെയിറ്റ്, എത്ര പാസഞ്ചേഴ്സ് ഉണ്ട്, എത്ര കാർഗോ ഉണ്ട്, എന്താ ടെമ്പറേച്ചർ. പക്ഷെ ഒരു കമ്പ്യൂട്ടർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് 1420 മീറ്ററേ പാടുള്ളൂ. അത് 2600 എടുത്തിട്ടുണ്ട് അവര്. പിന്നെ ടേക്ക് ഓഫ് ചെയ്തിട്ട് ഈ ആക്സിഡന്റ്, അതായത് ഈ 32 സെക്കൻഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ ക്യാപ്റ്റന്റെ മേഡേ കോൾ എന്ന് പറയും. മേഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദുരന്തമായിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ അയാൾ പറഞ്ഞ 3-4 വാക്കുകളേ ഉള്ളൂ. മേഡേ, മേഡേ, നോ ലിഫ്റ്റ്, നോ ത്രസ്റ്റ്, ഗോയിങ് ഡൗൺ. ഇത്രയും പറയാൻ അയാൾക്ക് പറ്റിയിട്ടുള്ളൂ. ഞാൻ അതിന്റെ ഒരു സംശയം കൂടെ ക്ലിയർ ചെയ്തോട്ടെ. ഈ മേഡേ എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിട്ട് കൊടുക്കുന്ന ഒരു സംഗതിയാണല്ലോ. വളരെ റെയർ ആയിട്ട്. സാധാരണ ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും മേഡേ കോൾ വിളിക്കില്ല. മേഡേ കോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഒരു ദുരന്തത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതൊരു ആ വാക്ക് എന്തോ ഫ്രഞ്ചിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മേഡേ 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 എന്ന് 3 പ്രാവശ്യം പറയണം എന്നാണ് നിബന്ധന. പക്ഷെ ഇദ്ദേഹം 2 പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു കാരണം പറഞ്ഞു, ലോ ത്രസ്റ്റ്, ലോ ലിഫ്റ്റ്, ഗോയിങ് ഡൗൺ, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കി. പക്ഷെ ഇതൊക്കെ ഊഹാപോഹമാണ്. എന്താ വെച്ചാൽ ഞാൻ പോയി കേട്ടിട്ടില്ല. അത് നാളെ ആ CVRന്റെ റെക്കോർഡ് പുറത്തു വരും. പക്ഷെ ഒരു തീയില്ലാതെ പുക ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഏകദേശം അത് ശരിയായിരിക്കും. അപ്പൊ ഈ ഉയരത്തിൽ നിന്ന് അദ്ദേഹം ഈ എയർക്രാഫ്റ്റ് താഴേക്ക് പതിച്ചു. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട 1-2 ചെറിയ കാര്യങ്ങൾ. കാരണം ഈ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ പല വാക്കുകളും പല അക്രോണിംസും ഒക്കെ ഉപയോഗിക്കും അവര്. അപ്പോ ഒരു എയർക്രാഫ്റ്റ്, ഒരു എയ്റോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
ആദ്യം സീറോ വെലോസിറ്റി ആയിരിക്കും, സീറോ സ്പീഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരു പ്രത്യേക സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ പൈലറ്റിന് അത് അബോർട്ട് ചെയ്യാൻ പറ്റില്ല, അതായത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ആ സ്പീഡ് എത്തുന്നത് വരെ വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ പറ്റും. ആ സ്പീഡിന് ടെക്നിക്കലി V1 എന്നാ പറയാം. വി ഫോർ വെലോസിറ്റി, V1. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ സ്പീഡ് അതിന്റെ തൊട്ട് മീതെ ഒരു സ്പീഡ് ഉണ്ട്, അതിനാണ് VR എന്ന് പറയുക. അതായത് V റൊട്ടേഷൻ. ഈ കൺട്രോൾ കോളം പിടിച്ചിട്ട് പൈലറ്റ് ഇങ്ങനെ സ്വന്തം ദേഹത്തിനോട് അടുപ്പിക്കുമ്പോൾ പിന്നിലുള്ള എലിവേറ്ററുകൾ പോവും, അപ്പോ വിമാനം അങ്ങനെ പൊന്തി വരും. അതിനാണ് V റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഈ പ്രശ്നം പറഞ്ഞിരിക്കുന്നത് V റൊട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്പീഡും കൂടി സാധാരണ പറയാറുണ്ട്, അതിന് V2 എന്നാ പറയാ. ഏകദേശം സ്റ്റഡി ക്ലൈംബ് റേറ്റ് ആവുന്നത്. അതാവുന്നതിന് മുമ്പ് VR-നും V2-നും ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ ദുരന്തം ഉണ്ടായി. അതായത് ഈ ടെക്നിക്കൽ സ്നാഗ് പൈലറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് അത്രയും നമുക്ക് മനസ്സിലാവും. പിന്നെ അതാണ് 3 സ്പീഡിനെ പറ്റി പറയാം. പിന്നെ എന്താ പറ്റുന്നത് വെച്ചാല് വിമാനത്തിൽ നിന്ന് അതിന്റെ അപ്പോഴത്തെ ആൾട്ടിറ്റ്യൂഡും വെലോസിറ്റിയും ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ പേര് ADS-B, ഓട്ടോമാറ്റിക് ഡിപ്പെൻഡന്റ് സർവൈലൻസ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നാണ് അതിന് പറയാം. ഈ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഈ നമ്മൾ കണ്ടു കാണും ഫ്ലൈറ്റ് റഡാർ 24 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലോകം മുഴുവൻ എല്ലാ ഫ്ലൈറ്റിനെയും ട്രാക്ക് ചെയ്യണ ചില സോഫ്റ്റ്വെയർ ഉണ്ട്. ഇപ്പോ നമ്മുടെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ ഫ്ലൈറ്റ് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, അറ്റ്ലാന്റിക്കിന്റെ മുകളിൽ കൂടിയേ വരുന്നത്. അതിന് ഉപയോഗിക്കുന്ന, അത് എവിടുന്ന ഡാറ്റ അതിന് വരുന്നത് വെച്ചാൽ ഈ ADS-B എന്ന് പറയുന്ന ഈ സംവിധാനത്തിൽ നിന്നാണ്. ഈ ADS-B ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന എല്ലാം അതാണ് ഈ 625 എന്ന് പറയുന്ന ഫീറ്റ് എന്ന് പറയുന്നതൊക്കെ അതിൽ നിന്ന് വന്നതാണ്. അത് അത്രയും മനസ്സിലായ. പക്ഷെ കുറെ കൂടിയും കൺട്രോൾ ടവറില് CVR-ലൊക്കെ ഇതിലും കൂടുതൽ ഡാറ്റ, കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഡാറ്റ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഒന്ന്. 2, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മേഡേ കോള് കഴിഞ്ഞാൽ ഒരു സിമുലേഷൻ ഒരു അമേരിക്കൻ പൈലറ്റ് അസോസിയേഷൻ ചെയ്തിട്ടുണ്ട്. അവരെന്താ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ 90% ലോഡ് അന്നുണ്ട്. ഇത്രയും പാസഞ്ചേഴ്സും കാർഗോ ഒക്കെ ഇല്ലേ, അത് അസ്യൂം ചെയ്യണം ഇൻപുട്ട്. അതായത് 1,95,300 kg അത്രയും kg ഉണ്ടായിരുന്നു. അപ്പോ അതിന് അന്നത്തെ ടെമ്പറേച്ചറും ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രഷറും, അതായത് അവിടെ 1000 മില്ലി ബാറാണ് അവിടുത്തെ അന്നത്തെ പ്രഷർ. അത് നോക്കി 5 ഡിഗ്രി ഫ്ലാറ്റ് സെറ്റിംഗ് കഴിഞ്ഞാൽ ആണ് നമ്മൾ ഈ പറയുന്ന 1420 മീറ്റർ റൺവേ ലെങ്ത് എടുക്കാൻ പാടുള്ളൂ. പക്ഷെ അത് എടുത്തതാണ് 2600. അപ്പൊ ഇതൊരു ലിഫ്റ്റും ട്രസ്റ്റും കുറവാന്നുള്ളതിന്റെ വേറൊരു ലക്ഷണം കൂടിയാണ്, മനസ്സിലായ. പിന്നെ ഈ റൺവേ ലെങ്ത് സാധാരണ ഇതിന്റെ വെയിറ്റ്, റൺവേയുടെ സ്ലോപ്പ്, അതിന്റെ കണ്ടീഷൻ, പിന്നെ ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, അവിടുത്തെ എയർ പ്രഷർ, ഫ്ലാപ്പ് സെറ്റിങ്, പിന്നെ ത്രസ്റ്റ്, ഇതൊക്കെ കൂടി. ഇത് സാധാരണ മറ്റുള്ള തെറ്റാൻ സാധ്യതയില്ല. കാരണം ഇത് പണ്ടൊക്കെ നമ്മൾ ഹ്യൂമൻലി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇടാറ്. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഇതിനൊരു ഇലക്ട്രോണിക് ബോക്സ് ഉണ്ട്. അതിൽ ഈ ഡാറ്റ എൻട്രി ചെയ്യുന്നത് പൈലറ്റ് ചെയ്യണം. അതിൽ ഒരു എൻട്രി ഗ്രൗണ്ട് ക്രൂ കൊടുക്കുന്നതാണ്. മനസ്സിലാക്കണം അത് എവിടുന്ന വരുന്നത്. അതായത് ഗ്രൗണ്ട് ക്രൂ പറയും ഇത്രയാണ് ടോട്ടൽ വെയിറ്റ് എന്ന്. അപ്പൊ അത് അവരെങ്ങനെയാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിന് ട്രിം ഷീറ്റ് എന്ന് പറയും. ട്രിം ഷീറ്റ്, അതായത് അതിന്റെ CG, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ട്രിം ഷീറ്റിൽ ഒരു വെയിറ്റ് എഴുതിയിട്ടുണ്ടാവും. ഇതാണ് ടോട്ടൽ വെയിറ്റ്, കാർഗോ ഇത്രയും, പാസഞ്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് 100 kg എടുക്കും അവര്. പിന്നെ നമ്മുടെ ഇതൊക്കെ ലഗേജുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ കൂടി കൂട്ടിയിട്ട് ഇതാക്കും. അത് കഴിഞ്ഞ് ഈ ഒരു വിമാനം പറക്കുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഓപ്പറേഷൻസും ക്യാപ്റ്റനും കൂടി ഈ ഇൻപുട്ട്, ഗ്രൗണ്ട് ക്രൂ കൊടുത്തിട്ടുള്ള ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് ആണ് എത്ര ഫ്യൂവൽ നിറയ്ക്കണം, എത്ര
ഫ്ലാപ്പ് സെറ്റിംഗ് വേണം, ഇതൊക്കെ പറയുന്നത്. അതിന് യൂസ് ചെയ്യണതാണ് ഒരു കമ്പ്യൂട്ടർ. അത് ഓൾറെഡി ഓൺ ബോർഡ് ഉണ്ട്. Yeah. അപ്പൊ അത് നമുക്ക് ഇപ്പോ പറയാം 5 ഡിഗ്രി ഫ്ലാപ്പ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് പറയുമ്പോ ഞാൻ ഒരു കാര്യം കൂടി കാണിക്കാം. ഈ 787-8 അതില് 7 സെറ്റിങ്സ് ഉണ്ട് ഫ്ലാപ്പിന്. ഫ്ലാപ്പ് എന്ന് പറഞ്ഞാല് ലിഫ്റ്റ് ഓഗ്മെന്റേഷൻ ഡിവൈസ് ആണ്. ലിഫ്റ്റ് ഓഗ്മെന്റേഷൻ ഡിവൈസ് ഒരു ചെറിയൊരു ഒരു സമവാക്യം പറയട്ടെ, കാരണം പറയാൻ ഞാൻ കാര്യം. അതായത് ലിഫ്റ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് റോ വി സ്ക്വയർ SCL എന്നാ പറയാം. അപ്പോ ഇത് അല്ല എന്താ പറ്റുന്ന വെച്ചാൽ ഈ ലിഫ്റ്റ് ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ഓഗ്മെന്റേഷൻ ഡിവൈസ് ആണ്. ഈ ലിഫ്റ്റ് കൂട്ടാനുള്ളതാണ്. CL എന്ന് പറഞ്ഞ സാധനം അതിന്റെ എയറോഫോയിലിന്റെ ആകൃതിയും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അനുസരിച്ച് അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇവർക്ക് റോ എന്ന് പറയുന്നത് അപ്പോഴത്തെ എയർ ഡെൻസിറ്റിയാണ്. വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. S എന്ന് പറയുന്നത് വിങ്ങിന്റെ പ്രതല വിസ്തീർണമാണ്. ഈ S കൂട്ടിലാണ് ഈ ഫ്ലാപ്പിന്റെ ജോലി. അപ്പോ ഫ്ലാപ്പ് നമ്മൾ താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ അതിന്റെ പോലെ ലീഡിങ് എഡ്ജിൽ സ്ലാറ്റ് എന്ന് പറയും. ഫ്ലാപ്പും സ്ലാറ്റും കൂടി ഒന്നിച്ചാ വർക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ അപ്പോ വിങ്ങിന്റെ പ്രതല വിസ്തീർണം കൂടും. ഈ വിസ്തീർണം കൂടുമ്പോ എന്താ ഉണ്ടാകുക വെച്ചാൽ ലിഫ്റ്റ് കൂടും. അപ്പൊ 5 ഡിഗ്രി ഒക്കെ 1 ഡിഗ്രി, 5 ഡിഗ്രി, 10 ഡിഗ്രി, 15 ഡിഗ്രി അങ്ങനെ ഉണ്ട്. അതൊക്കെ ടേക്ക് ഓഫ് സെറ്റിങ്സ്. അതിൽ അത് നമ്മുടെ വെയിറ്റും അവിടുത്തെ ടെമ്പറേച്ചറും അനുസരിച്ച് ഏത് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. 5 ഡിഗ്രി എന്നാണിപ്പോ 5 ഡിഗ്രിയിൽ കൂടുതലില്ല, കാരണം അത് കാണുമ്പോ ആ വീഡിയോ കാണുമ്പോ. പക്ഷേ 5 ഡിഗ്രിയിൽ അധികം ഉണ്ടാവേണ്ടതാണോ എന്നുള്ളത് നമുക്കിപ്പോ കൃത്യം വെയിറ്റ് നോക്കിയാലേ അറിയുള്ളൂ. അപ്പൊ അതാണ് ഒരു വീഡിയോയിൽ ഒരു കൂട്ടർ പറയുന്നത്, ഈ പൈലറ്റ് ഫ്ലാപ്പ് സെറ്റ് ചെയ്ത് തെറ്റിയെന്ന് ഒരു സാധ്യത. ഓട്ടോമാറ്റിക് ത്രസ്റ്റ് മാൽ ഫങ്ഷൻ അക്കോമഡേഷൻ ATMA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ് സിസ്റ്റം എഞ്ചിന്റെ ഉള്ളിലുണ്ടെന്ന്. അതായത് ഗ്രൗണ്ടിൽ ഇത് എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിൽ ഇരിക്കുന്ന സമയത്ത് അറിയാതെ ത്രസ്റ്റ് ലിവർ മുമ്പിലേക്ക് പോയാൽ അത് തന്നെ ത്രസ്റ്റ് കുറയ്ക്കും. ഈ സിസ്റ്റത്തിൽ അത് എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിലാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് 3 വെയിറ്റ് ഓൺ വീൽസ് എന്ന് പറയും. അതായത് 2 or 3 സെൻസേഴ്സ് വെച്ചിട്ടാണ്. അതായത് എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിലാണെങ്കിൽ ആ സെൻസേഴ്സ് അമർന്നിരിക്കും. ആ സെൻസേഴ്സ് ഫെയിൽ ആയാൽ ഈ പ്രശ്നങ്ങൾ വീണ്ടുണ്ടാവും. അത്രമാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ വേറെ ഇവര് പറയുന്നത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് 100 അടിയൊക്കെ ആവണതിന് മുമ്പ് തന്നെ ഈ ലാൻഡിങ് ഗിയർ, നിലത്ത് ഉരുളുന്ന ചക്രമുള്ള സാധനം ഉണ്ടല്ലോ, അത് മടക്കണം, അത് പൊക്കണം, റിട്രാക്ട് ലാൻഡിങ് ഗിയർ. അപ്പൊ ഇതിന് പകരം, അത് ചെയ്യുന്നതിന് പകരം ഫ്ലാപ്പ് ചെയ്തു എന്നുള്ളതാണ് വേറെ ഒരു സംശയം. അപ്പൊ ഈ സംശയം എങ്ങനെയാണ് ഞാൻ റൂൾ ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് പറയാം. അപ്പോ എന്റെ അഭിപ്രായത്തില് ഈ ലാൻഡിങ് ഗിയർ എടുക്കുന്നതിന് പകരം ഫ്ലാപ്പ് എടുക്കാനുള്ള സാധ്യത, ഇത്രയും 8200 hours എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാപ്റ്റനാണ് ഇയാള്, സബർവാൾ. അപ്പൊ അത് സാധ്യതയില്ല. പിന്നെ അത് മാത്രല്ല, അതില് ഞാൻ ചിത്രം കാണിച്ചുതരാം. 2 സീറ്റിന്റെയും ഇടയ്ക്കുള്ള സെൻട്രൽ കൺസോൾ എന്ന് പറയും, അവിടെയാണ് ഫ്ലാപ്പ് മാറ്റാനുള്ള സാധനം, എഞ്ചിന്റെ ത്രസ്റ്റ്. പക്ഷെ മറ്റത് നേരെ മുമ്പിലുള്ള ഫ്രണ്ട് കൺസോളിലാണ് ഈ ലാൻഡിങ് ഗിയർ എടുക്കാനുള്ള ഇത്. അപ്പൊ അത് ഞാനൊരു ചിത്രം കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ബോയിങ്ങിന്റെ കോക്പിറ്റ്. ആ കോക്പിറ്റില് ഇതാണ് സെൻട്രൽ കൺസോൾ. ആ വെളുത്ത് കാണുന്നത് ത്രസ്റ്റ് ലിവർ ആണ്. അതിന്റെ തൊട്ടടുത്തുള്ള ഫ്ലാപ്പ് ലിവർ. പിന്നെ മുമ്പിൽ ഇവിടെയാണ് ലാൻഡിങ് ഗിയർ. അപ്പോ സാധ്യതയില്ല. എത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റ് അത് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഈ ആക്സിഡന്റിന്റെ കാരണങ്ങൾ നോക്കുമ്പോൾ 2 കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം. ഒന്ന്, എഞ്ചിനിലേക്ക് പോകുന്ന ഇന്ധന പൈപ്പിലുള്ള വേപ്പർ ലോക്ക്. 2, ടോട്ടൽ ഫ്ലൈറ്റ് എഞ്ചിൻ കൺട്രോൾ സിസ്റ്റത്തിലെ കമ്പ്യൂട്ടർ ഗ്ലിച്ച്, അതായത് സോഫ്റ്റ്വെയർ ഗ്ലിച്ച് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇത് 2 സാധ്യത. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് പറയാൻ അറിയില്ല, കാരണം അത്തരം സിസ്റ്റങ്ങളൊന്നും എനിക്ക് അത്ര പരിചയമില്ല. വേപ്പർ ലോക്ക് ഈ ടെമ്പറേച്ചറിൽ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, അത്രയും പറയാം. പിന്നെ വേറെ ഒരു ഇത്, പുതുതായിട്ട് വന്നിട്ടുള്ള വീഡിയോയില് അതായത് നമ്മൾ ആദ്യം കണ്ട വീഡിയോ, ആ ചെറുപ്പക്കാരൻ
ടെറസിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ എടുക്കുക. ആ, അതിൽ ആദ്യം നമ്മൾ കണ്ടതൊക്കെ സ്ക്രീൻഷോട്ട്സ് ആണ്. കാരണം വേറെ കമ്പ്യൂട്ടറിലൊക്കെ പ്ലേ ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ ഒറിജിനൽ ഇപ്പൊ ഇവര് കണ്ടുപിടിച്ചിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ അതിൽ അത് അമേരിക്കയിലെ ഒരു പൈലറ്റ് അസോസിയേഷൻ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റീവി എന്ന് പറഞ്ഞൊരാൾ, അദ്ദേഹം അനലൈസ് ചെയ്തിട്ടാണ് ആ ഒരു റാറ്റ് എന്ന് പറഞ്ഞത്, റാം എയർ ടർബൈൻ. അതെങ്ങനെയാന്ന് വെച്ചാല് ഒന്നുമില്ലെങ്കിൽ രണ്ട് എഞ്ചിനും ഫെയിൽ ആവാം, അതല്ലെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക്കൽ ഫെയിലിയർ, അതല്ലെങ്കിൽ ടോട്ടൽ ഹൈഡ്രോളിക് ഫെയിലിയർ. ഇത് മൂന്നും ഉണ്ടായാൽ, ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ അത് തന്നെ ഓട്ടോമാറ്റിക്കലി പുറത്തു വരും. ഈ റാം എയർ ടർബൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചിത്രം കാണിച്ചു തരാം. റാം എയർ ടർബൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റാടി യന്ത്രമൊക്കെ പോലെയാണ്. അതിന്റെ ഉള്ളിൽ മോട്ടറും ഒന്നുമില്ല. മുന്നോട്ട്, അതായത് വിമാനം മുന്നോട്ട് പോകുമ്പോൾ പിന്നോട്ട് വരുന്ന ആ വായു ഇതിനെ എങ്ങനെ തിരിക്കും, മനസ്സിലായോ? അത് കാറ്റാടി യന്ത്രമൊക്കെ തിരിയില്ലേ, അതുപോലെ ഇത് തിരിക്കും. ആ തിരിച്ച് ഉണ്ടാവുന്ന ആ ഊർജം ഗിയറൊക്കെ ഉപയോഗിച്ച് ഒരു ചെറിയ ഇലക്ട്രിക് ജനറേറ്റർ കൂടെ അത്യാവശ്യ സാധനങ്ങൾക്ക്, അതായത് കോക്പിറ്റിലെ ഡിസ്പ്ലേ, പിന്നെ ചില കൺട്രോളുകൾ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അത് ഏതൊക്കെ ഉണ്ടെന്ന്. അങ്ങനെയാണ്. കാരണം മുഴുവൻ ഉപയോഗിക്കാൻ, ഫ്ലാപ്പ് ഒന്നും ഉപയോഗിക്കാൻ അത് പറ്റില്ല, അണ്ടർ കാരേജ് ആക്കാനും അത് പറ്റില്ല. അതാണ് ഈ റാറ്റിന്റെ ഫംഗ്ഷൻ. അപ്പൊ അത് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് സാധ്യതകളിൽ ഏതോ ഒന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇലക്ട്രിക്കൽ ഫെയിലിയർ, ഹൈഡ്രോളിക് ഫെയിലിയർ, അല്ലെങ്കിൽ ബോത്ത് എഞ്ചിൻ. പിന്നെ വേറൊരു കാര്യം ഇവിടെ നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഈ വിമാനം ഫുള്ളി ലോഡഡ് ആണെങ്കിലും വൺ എഞ്ചിൻ കൊണ്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഒരു എഞ്ചിൻ മുഴുവൻ പോയാലും മറ്റേ എഞ്ചിനോട്ട് റേറ്റ് കുറയും, ക്ലൈംബ് റേറ്റ് കുറയും. പക്ഷെ അത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു എഞ്ചിൻ എന്തെങ്കിലും കാരണം കൊണ്ട് അത് ഫെയിലായി കഴിഞ്ഞാൽ മറ്റേ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് തിരിച്ചു വന്ന് റൊട്ടേറ്റ് ചെയ്ത് വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റും. അതിന് പ്രശ്നം, അത് അങ്ങനെ ഉണ്ടാക്കണം. അതാണ് നമ്മൾ ടോപ്സ് എന്നൊക്കെ പറയുന്നത്. അതായത് എക്സ്റ്റൻഡഡ് ട്വിൻ എഞ്ചിൻ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എന്നൊക്കെയാണ് അതിന് പറയാം. അപ്പോ അതിനെപ്പറ്റി സംശയിക്കുക വേണ്ട, അത് കുഴപ്പമില്ല. രണ്ട് എഞ്ചിനും ഒന്നിച്ച് ഫെയിൽ ആയാൽ മാത്രമേ റാറ്റ് പുറത്തു വരുള്ളൂ. അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫെയിലിയർ വേണം, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഫെയിലിയർ. ഇതാണ് റാറ്റ്. അപ്പൊ അത് കണ്ടോ, കാറ്റാടിയുടെ പോലത്തെ ഒരു രണ്ട് ബ്ലേഡ് ഉള്ള ഒരു സാധനമാണ് ഈ റാറ്റ്. ഈ റാറ്റ് തിരിഞ്ഞിട്ട് അത് ഗിയർ കൂടി ആ ഊർജം അല്ലെങ്കിൽ ആ മോഷൻ ഒരു ജനറേറ്ററെ റൺ ചെയ്തിട്ട് ആ ജനറേറ്ററാണ് ഈ അത്യാവശ്യ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നത്. അപ്പൊ അതാണ് റാറ്റിന്റെ. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു വെച്ചാൽ, ഈ പൈലറ്റിന്റെ എറർ ഇപ്പൊ ഇവര് പറയുന്നത്, ഒന്ന്, അണ്ടർ കാരേജിന് പകരം ഫ്ലാപ്പ് പൊക്കി. സാധ്യതയില്ല, കാരണം അതിന്റെ രണ്ട് ലിവറും രണ്ട് സ്ഥലത്താണ്. അതുകൊണ്ട് ആ ചിത്രം ഞാൻ കാണിച്ചു തന്നു. അതുകൊണ്ട് അത് സാധ്യതയില്ല. പിന്നെ ഒരു ചെറിയ സാധ്യത എന്ന് വെച്ചാൽ, ഈ കമ്പ്യൂട്ടറിൽ ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ അന്നത്തെ ടെമ്പറേച്ചറും പ്രഷറും വെയിറ്റും ഒക്കെ പൈലറ്റ് ഇടുന്നതിൽ എൻട്രി ചെയ്യുന്നതിൽ തെറ്റ് പറ്റിയാൽ നമ്മുടെ ഫ്ലാപ്പ് സെറ്റിങ്ങും എല്ലാ കാര്യങ്ങളും തെറ്റും. അതൊരു സാധ്യത. അതാണ് മറ്റേതിനെക്കാട്ടിലും കൂടുതൽ സാധ്യതയുള്ള സാധ്യത. പിന്നെ ഗ്രൗണ്ട് ക്രൂ ആണ് ഈ ട്രിം ഷീറ്റ് കൂടെ എത്രയാണ് വെയിറ്റ് കൊടുക്കുന്നത്. അവിടെ അവര് തെറ്റ് പറ്റി, അതായത് അവര് ഒരു വലിയൊരു കാർഗോ സാധനം അതിലുണ്ടായിരുന്നു, അത് അതിൽ ആഡ് ചെയ്യാൻ മറന്നു എന്ന് വെച്ചാൽ, കരുതി കൂട്ടിയിട്ടല്ല, പക്ഷെ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഇന്ത്യൻ എയർലൈൻസിൽ ഉണ്ടായിരുന്ന ഒരു മെയിൻ്റനൻസ് എഞ്ചിനീയർ പറഞ്ഞു, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അയാൾക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ചിലപ്പോൾ അത് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ ട്രിം ഷീറ്റിൽ ടോട്ടൽ വെയിറ്റ് വളരെ കുറവായിരിക്കും. അപ്പൊ വേണ്ടതിനെക്കാട്ടില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ കാൽക്കുലേഷൻ ഒക്കെ തെറ്റും. അതൊരു സാധ്യത. പിന്നെ ഈ എഞ്ചിൻ, ഈ എഞ്ചിന്റെ ഇത് ജനറൽ ഇലക്ട്രിക് എഞ്ചിനാണ്. അതായത് 787-8 ഡ്രീം ലൈനറിൽ 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണ് സാധാരണ എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്യുക. അതായത് ഈ എയർലൈൻസിന് ഏത് എഞ്ചിൻ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഒന്ന് റോൾസ് റോയ്സിന്റെയാണ്, ട്രെന്റ് 1000 എന്ന് പറയും. എയറിന്റെ തിരഞ്ഞെടുത്തിരിക്കുന്ന മറ്റേ ഓപ്ഷനാണ് GNX-1
67B എന്നാണ് അതിന്റെ ഒരു ഡെസിഗ്നേഷൻ. അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ഇതുവരെ ഒന്നും യാതൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അതിപ്പോ ഈവൻ 787 ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് ആദ്യ കാലങ്ങളിൽ 1-2 ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ഷാഫ്റ്റ് ഫെയിലിയർ ഉണ്ടായിരുന്നു. അത് പറയാം. അപ്പൊ അല്ല, അതുകൊണ്ട് ഇപ്പൊ ഷാഫ്റ്റ് ഫെയിലിയർ ആണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അപ്പൊ അതിനവരെന്താ ചെയ്തു വെച്ചാൽ എല്ലാ 100 മണിക്കൂറിലും ആ ഷാഫ്റ്റിനെ അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ നടത്തണം. മനസ്സിലായി? അത് ചെയ്യേണ്ടത് എയർ ഇന്ത്യയുടെ മെയിൻ്റനൻസ് ആൾക്കാരാണ്. ഇരിക്കുന്ന വിമാനം 100, 200, 300, 400, 500 ഒക്കെ ആവുമ്പോൾ അതിനെ അവര് സ്ട്രിപ്പ് ചെയ്തിട്ട് അൾട്രാസോണിക് ഉപയോഗിച്ചിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യണം. മനസ്സിലായോ? അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടത് ഇവരാണ്. പിന്നെ വേറെ ഒന്ന്, ആകെ 787-8 ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. 2013 അതില് ബാറ്ററി, ലിഥിയം അയോൺ ബാറ്ററി ഉണ്ടായിരുന്നു. ആ ലിഥിയം അയോൺ ബാറ്ററിക്ക് ഒരു ഫയർ പ്രോബ്ലം ഉണ്ടായിരുന്നു, ചൂടാവുന്ന പ്രോബ്ലം. അത് അവര് കംപ്ലീറ്റ്ലി ബാറ്ററി തന്നെ റീപ്ലേസ് ചെയ്തു. ബാറ്ററിയുടെ പുറത്ത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിന്റെ ഒരു കവറും വെച്ചു. അതുകൊണ്ട് കാരണം എയർക്രാഫ്റ്റിലെ ബാക്കി ഭാഗം. അപ്പൊ അത് രണ്ടും ഇതിന് എൻജിൻ ഷാഫ്റ്റ് പ്രോബ്ലത്തിന് പീരിയോഡിക് ഇൻസ്പെക്ഷനും മറ്റതിന് കംപ്ലീറ്റ് റീപ്ലേസ്മെന്റും അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ചെറിയ പ്രശ്നങ്ങളാണ്, അതൊന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് ഉറപ്പുള്ള സംഗതികൾ ഞാൻ പറയാം. ഒരു കാര്യം, ലിഫ്റ്റ് കുറവായിരുന്നു. അതിന് എന്തൊക്കെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യണ എവിഡൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് പൈലറ്റിന്റെ മേഡേ കോൾ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ലിഫ്റ്റ് ഇല്ല എന്ന്. പിന്നെ നമ്മൾ കാണുന്ന വീഡിയോയിലുള്ള വിഷ്വൽ എവിഡൻസ്, അതായത് അത് താഴത്തേക്ക് പോകുന്നു, വീഴാൻ പോകുന്നു, അത് തന്നെ ലിഫ്റ്റ് ഇല്ല എന്ന് തന്നെ. പിന്നെ ടേക്ക് ഓഫ് റൺ കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ 2600, ആക്ച്വലി ഒരു 1400, 420 വേണ്ടതാണ്, അത് 2600. ഈ 3 എവിഡൻസസ് സപ്പോർട്ട് ചെയ്യുന്ന ലോ ലിഫ്റ്റ് ഉണ്ടാണ്. ഇനിയിപ്പോ ലോ ലിഫ്റ്റ് ഉണ്ടാവാൻ പല കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, ത്രസ്റ്റ് തന്നെ ലോ ആയിരിക്കാം, അപ്പൊ വെലോസിറ്റി കുറയല്ലോ. അതൊരു കാരണം. രണ്ടാമത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാപ്പ് സെറ്റിംഗ് സാധ്യത കുറവാണ്. ഫ്ലാപ്പ് സെറ്റിംഗ് കാരണം ഇത്, പക്ഷെ ആ വെയിറ്റ് തെറ്റായിട്ട് കഴിഞ്ഞാൽ ഫ്ലാപ്പ് സെറ്റിംഗ് തെറ്റായിട്ട് വരും. കമ്പ്യൂട്ടറാണ് അത്, അപ്പൊ അതൊരു ഔട്ട്പുട്ട് തരുന്നു. കാരണം ജങ്ക് ഇൻ ജങ്ക് ഔട്ട് എന്നല്ലേ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിനെ പറ്റി പറയും. പിന്നെ അണ്ടർ കാരേജിന് പകരം ഫ്ലാപ്പ് റിട്രാക്ട് ചെയ്തു വരുന്ന സാധ്യത കുറവാണ്. ഇത്രയും പരിചയമുള്ള ഒരു പൈലറ്റ് ആ തെറ്റ് ചെയ്യില്ല. എന്ന് മാത്രമല്ല അത് വേറൊരു സ്ഥലത്താണ്, അപ്പൊ അതുകൊണ്ട് അത് നടക്കുക. പിന്നെ ഒരു സാധ്യത ഉള്ളത് ടോട്ടൽ ഹൈഡ്രോളിക് ഓർ ടോട്ടൽ എഞ്ചിൻ ഫെയിലിയർ. അത് തെളിവുണ്ട്. റാറ്റ് ഡിപ്ലോയ് ചെയ്ത്, റാറ്റ് എന്ന് പറഞ്ഞാൽ റാം എയർ ടർബൈൻ. പിന്നെ സർവൈവ് ചെയ്ത ആ ബ്രിട്ടീഷ് നാഷണല് അയാൾ പറഞ്ഞു അതിനിടയ്ക്ക് ഒന്ന് ലൈറ്റ് ഫ്ലിക്കർ ചെയ്തു. ഈ ചേഞ്ച് ഓവർ ചെയ്യുമ്പോഴാണ് സാധാരണ ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുക, ക്യാബിൻ ലൈറ്റ്. അപ്പോ ഈ ക്യാബിനിലെ ഈ രണ്ട് എവിഡൻസും ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത്രയും പറയാം, ഇലക്ട്രിക്കൽ ഫെയിലിയറോ ഹൈഡ്രോളിക് ഫെയിലിയറോ എഞ്ചിൻ ഫെയിലിയറോ ഏതോ ഒന്നും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ എഞ്ചിൻ ഫെയിലിയറിന് പല കാരണങ്ങളും ഞാൻ പറഞ്ഞല്ലോ. അപ്പോ ബേർഡ് ഹിറ്റാണ് വേറെ ആൾക്കാർ പറഞ്ഞു വിട്ടത്. അതിന് സാധ്യതയില്ല. കാരണം സാധാരണ ബേർഡ് ഹിറ്റ് ചെയ്താൽ വിമാനത്തിന്റെ പുറകില് എക്സോസ്റ്റ് നോസിൽ കൂടി ഒരു തീനാളം പുറത്തേക്ക് വരും, അല്ലെങ്കിൽ സ്മോക്ക് പുറത്തേക്ക് വരും. ചെറിയ ബേർഡൊക്കെ ആണെങ്കിൽ സ്മോക്ക് ആയിട്ട് അതങ്ങനെ ബേൺ ചെയ്തു പോകും. വലിയ ബേർഡൊക്കെ ആണെങ്കിൽ തീനാളായിട്ട് തന്നെ പുറത്തേക്ക് വരും. അത് കാണാനില്ല ആ വീഡിയോയില്. അതുകൊണ്ട് ബേർഡ് ഇഞ്ചക്ഷന്റെ സാധ്യത വളരെ കുറവാണ്. പിന്നെ നമ്മൾ സംസാരിച്ചു ഇൻകറക്റ്റ് ഷീറ്റ്, അതായത് വെയിറ്റ് ഗ്രൗണ്ട് ക്രൂ തെറ്റായി കൊടുത്തു, അത് തെറ്റായ ഡാറ്റ എൻട്രി ചെയ്തു. അതല്ലെങ്കിൽ പൈലറ്റ് തന്നെ എൻട്രി ചെയ്യേണ്ട ഡാറ്റകളുണ്ട്, പ്രഷറും ടെമ്പറേച്ചറും, അതിലൊന്നും അദ്ദേഹം തെറ്റി. അപ്പൊ ഒരു 15 ഡിഗ്രി 18 ഡിഗ്രി ഒക്കെ ഫ്ലാപ്പ് വേണ്ടതിന് പകരം 5 ഡിഗ്രി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതേ സംഗതി സംഭവിക്കാം. പക്ഷെ അപ്പോ അത് മാത്രമാണെങ്കിൽ റാറ്റ് പുറത്തു വരില്ല. റാറ്റ് പുറത്തു വന്നതുകൊണ്ട് വേറൊരു ഫെയിലിയറും കൂടി ഉണ്ടായി എന്നുള്ള ഉറപ്പാണ്. എൻജിൻ ഷാഫ്റ്റ് ഫെയിലിയർ ഒരു സാധ്യതയാണ്. കാരണം അത് റാറ്റ് പുറത്തു വരാനും പറ്റും. അതായത് എല്ലാ 100 മണിക്കൂറിലും എൻജിൻ ഷാഫ്റ്റ് അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ ഉപയോഗിച്ച് ഇവർ ചെക്ക് ചെയ്യേണ്ടതാണ്.
അതിലെന്തെങ്കിലും അതായത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ രണ്ട് എഞ്ചിൻ ഒരേ സമയത്ത് ആ സാധനങ്ങൾ പഴയ എഞ്ചിനാണ്. അപ്പൊ രണ്ടും 98 മണിക്കൂറായി തന്നെ കരുതിക്കോളൂ. അപ്പൊ ആ 100 മണിക്കൂറിൽ അത് ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ റിമോട്ടാണ്. അതായത് 10 മില്യണിൽ ഒന്നൊക്കെയാണ് അതിന്റെ സാധ്യത. അത് വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സാധ്യതകളായിട്ട് നമ്മൾ പറയുന്ന ലോ ലിഫ്റ്റ് അല്ലെങ്കിൽ അതിനുള്ള ഇലക്ട്രിക്കൽ ഹൈഡ്രോളിക് എഞ്ചിൻ ഫെയിലിയർ, ഇത് കൺഫേം ചെയ്യണമെങ്കിൽ DF ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും CVRും എന്തായാലും വേണം. വേറെ ഒന്നും അതില്ലാതെ ആർക്കും കണ്ട്. അപ്പൊ നമ്മള് ഇതിൽ കൂടുതൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ പ്രേക്ഷകരും ഞങ്ങളെ പോലെയുള്ള അനലിസ്റ്റുകളും ഒക്കെ മനിലെ പോലുള്ള ജേർണലിസ്റ്റുകളും ശ്രമിക്കണം. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ചാനലുകളിലും എല്ലാവരും, കാരണം ഓവർനൈറ്റ് ആയിട്ട് എക്സ്പേർട്ട്, കാരണം ഇതിൽ വർക്ക് ചെയ്യാത്ത ഞാൻ ഇത്രയും പഠിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ ഈ ചാനലിലൊക്കെ കാണുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധാരണ മനുഷ്യരെ സഹായിക്കുന്ന അതിന്റെ ശാസ്ത്രവും അതിന്റെ കിടപ്പും പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രം. ബാക്കി എന്തൊക്കെ നടന്നിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു, എന്തൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എപ്പോഴും മൂല കാരണം, ഒരു ഉദാഹരണം ഞങ്ങൾ തമാശയ്ക്ക് വിദഗ്ധന്മാരുടെ ഇടയിൽ പറയും, ഒരു കുട്ടി പരീക്ഷയിൽ നന്നായിട്ട് എഴുതിയിട്ടില്ല, അതിനെപ്പറ്റി ഫെയിലിയർ അനാലിസിസ് നടത്തുകയാണെങ്കിൽ നമുക്ക് പറയാം തലേ ദിവസം രാത്രി കുട്ടി ഉറങ്ങിയിട്ടില്ല എന്ന്. അവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം, അതാണ് കാരണം. പക്ഷെ കൂടുതൽ പോകുമ്പോൾ നമ്മൾ പറയും ആ കുട്ടിക്ക് തലവേദനയും പനിയും ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ അടുത്ത വീട്ടിലൊരു വിവാഹം ഉണ്ടായിരുന്നു, അവിടെ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറയുന്നത് എത്രയും അബ്സ്ട്രാക്ഷൻസ് കൂടുതൽ പോകാൻ പറ്റും അത്രയും പോയണം. അപ്പൊ അങ്ങനെ പോയിട്ട് ഇതിലിപ്പോ നമ്മൾ പറഞ്ഞ അതിന്റെ ഒരു മധ്യനിലയിലുള്ള ഒരു കാരണങ്ങളാണ്. ഈ 3 കാരണങ്ങൾക്ക് എന്താണ് മൂല കാരണം, അത് കണ്ടുപിടിക്കാൻ CVRും FDRും തന്നെ വേണം. പലതും പറയും, ഞാനൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇതിൽ കൂടുതൽ എനിക്കിപ്പോ ഇന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. തെളിവുകൾ അതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ലോ ലിഫ്റ്റ്, എന്തുകൊണ്ടാണ് ഹൈഡ്രോളിക്, ഇലക്ട്രിക്കൽ ഓർ എഞ്ചിൻ ഫെയിലിയർ എന്ന് പറഞ്ഞത്. റാറ്റ് ഡിപ്ലോയ് എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. കാരണം നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല, കാരണം അതിന്റെ റെസൊല്യൂഷൻ മോശമായിരുന്നു. പക്ഷെ അതിന്റെ ഒറിജിനൽ വീഡിയോ കണ്ടു ആ പയ്യന്റെ മൊബൈലിൽ നിന്ന് തന്നെ ഇവര് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ ഈ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയട്ടെ. ഒരു കാര്യം കൂടി പറയാം. ഞാനിപ്പോ പറഞ്ഞത് ഇവര് ഈ 100 മണിക്കൂറിൽ ചെയ്യേണ്ട ഷാഫ്റ്റ് ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്പെക്ഷൻ, ഗ്രൗണ്ട് ക്രൂ തെറ്റ് ചെയ്തു എന്ന് പറയില്ലേ, ഈ സംഭവം നടന്നതിന് 4 ദിവസം കഴിഞ്ഞ് ഇന്നലെ ഹോങ്കോങ്ങിൽ നിന്ന് ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് 22,000 അടി ഉയരത്തിൽ പറന്ന് ഏകദേശം 1 മണിക്കൂറോളം പറന്നിട്ട് തിരിച്ചുപോയി. കാരണം എന്തോ പൈലറ്റിന് സംശയം തോന്നി. ഒരു പക്ഷേ പൈലറ്റ് മറ്റേ അപകടത്തിന്റെ പശ്ചാത്തലത്തില് കൂടുതൽ കോഷ്യസ് ആയിരിക്കാം. എന്തായാലും തിരിച്ചുപോയി അവർ ചെക്ക് ചെയ്തു. ഇന്ന് രാവിലെ വേറൊരു എയർ ഇന്ത്യ വിമാനം, പക്ഷെ അത് 787 അല്ല, ഇന്നലത്തെ 787 തന്നെയായിരുന്നു. അത് 777 ആണ്. 777 സാൻ ഫ്രാൻസിസ്കോ നിന്ന് ബോംബെക്ക് വരിക, കൽക്കട്ട വഴി ബോംബെക്ക് വരുന്നത്. കൽക്കട്ടയിൽ ഇറങ്ങിയിട്ട് എഞ്ചിൻ പ്രോബ്ലം കൊണ്ട് അത് തുടർന്ന് പറഞ്ഞില്ല, ആൾക്കാരെ വേറെ വിമാനത്തിൽ കൊണ്ടുവന്നു. പക്ഷെ ഞാൻ എന്താ പറയണെന്ന് വെച്ചാല് ഇതേ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്തതിൽ ചില അപാകതകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പൈലറ്റിനെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, പക്ഷെ പൈലറ്റ് തെറ്റ് ചെയ്തിരിക്കാൻ സാധ്യത 8200 ടൈപ്പ് വളരെ. അതൊക്കെ അദ്ദേഹം അതായത് നമ്മൾ മസിൽ മെമ്മറി എന്ന് പറയും. മനിലയുടെ അടുക്കളയിൽ ഉപ്പും പഞ്ചസാരയും വെച്ച് വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ ഒരിക്കലും ഉപ്പിന് പകരം പഞ്ചസാരയ്ക്ക് പകരം ഉപ്പോ എടുത്തൊരു ചെയ്യില്ല. കാരണം അതിന് നമ്മൾ മസിൽ മെമ്മറി എന്നാ പറയാ. അതേ കൈ അങ്ങോട്ട് പോവില്ല അവരുടെ. അപ്പൊ അതുപോലെ ഈ പൈലറ്റിന്റെ മെമ്മറിയും പോവില്ല, അല്ല കൈയും അവിടേക്ക് ആ ലിവറിന്റെ അടുത്തേക്ക് പോവില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ബാക്കിയൊക്കെ നോക്കാം. എനിക്ക് തോന്നുന്നു ഇനി ബ്ലാക്ക് ബോക്സിന്റെയും ഈ വോയിസ് റെക്കോർഡിന്റെ ഒക്കെ ഫൈൻഡിങ്സ് അത് വരട്ടെ. അതെ, വന്നിട്ട് അതിന് കൂടുതൽ സാങ്കേതികതകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമുക്ക് വിളിക്കാം. ശരി എന്നാ. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.